തിരുവല്ലയുടെ ഉൾപ്രദേശമായ പൊട്ടൻമലയിൽ നിന്ന് ആളുകളെ ലോറിയിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. റഷീദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. റഹീസ്, ഏറ്റവും ഉൾപ്രദേശത്ത് ഒറ്റപ്പെട്ടിരിക്കുന്ന പ്രദേശങ്ങളിലെ ആളുകളെ ഇനിയും മാറ്റാനുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ലോറിയിൽ ആളുകളെ നീക്കം ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ. അത് തിരുവല്ലയുടെ ഉൾഭാഗങ്ങളിലെല്ലാം മണിമലയാറ്റിൽ നിന്നും പമ്പയാറ്റിൽ നിന്നും വെള്ളം കയറി ആ പശ്ചാത്തലത്തിൽ ഉൾഭാഗത്തുള്ള ആളുകളെ റെസ്ക്യൂ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ പൊട്ടൻമല എന്ന് പറയുന്ന ഒരു പ്രദേശത്തുള്ള ആളുകളെ പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരു ലോറിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ലോറിയുടെ ഏതാണ്ട് ബോണറ്റ് വരെ ഉള്ള സ്ഥലത്ത് വെള്ളമുള്ള സ്ഥലം കഴിഞ്ഞ് നമ്മൾ വരുന്നു. ഇനി തൊട്ടപ്പുറത്ത് ഒരു മിനിറ്റ് കൊണ്ട് തൊട്ടപ്പുറത്ത് വീണ്ടും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന പ്രദേശത്തേക്ക് വണ്ടി പോവുകയാണ്. അവിടെ നിന്നുള്ള ആളുകളെ കൂടി ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരും. ഉള്ള ആളുകളെ കൂടി പുറത്തേക്ക് വെള്ളമുള്ള ഭാഗത്തേക്ക് പോലെ കുറേ അധികം ആളുകളെ ഈ ലോറിയിൽ പല സ്ഥലത്തു നിന്ന് ഉൾപ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ മറ്റേ ഫയർഫോഴ്സിൻ്റെ ബോട്ടുകളോ മറ്റോ എത്തിയിട്ടില്ല. ഫയർഫോഴ്സിൻ്റെ ബോട്ടുകളും മറ്റും എത്താത്ത പശ്ചാത്തലത്തിൽ വലിയ ലോറിയിൽ ആളുകളെ മാറ്റിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇതിനപ്പുറത്ത് കുറച്ച് ആളുകളെ പുറത്തേക്ക് എത്തിക്കാനുണ്ട് എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് നമ്മൾ ആ ലോറിയിലേക്ക് കയറിയത്. അവിടെ നമുക്ക് വെള്ളം കാണാം. ഇപ്പോൾ വീണ്ടും വെള്ളമുള്ള പ്രദേശങ്ങളിലേക്ക് കയറുകയാണ്. നേരത്തെ നമ്മൾ നിൽക്കുന്ന സമയത്ത് പല സ്ഥലത്തു നിന്നും ആളുകളെ എത്തിച്ചിരുന്നു. അതായത് വെള്ളം കൂടിക്കൂടി പല സ്ഥലങ്ങളിലേക്കും വരുന്ന സാഹചര്യത്തിൽ രണ്ടാം നിലയിൽ നിൽക്കുന്ന ആളുകളും പുറത്തേക്ക് വരാൻ നോക്കുകയാണ്. അതായത് ഇതായി നമുക്ക് വീണ്ടും വെള്ളമുള്ള ഭാഗത്ത് എത്തി. എല്ലാ വീടുകളുടെയും ടെറസിൽ വെള്ളം കയറി കഴിഞ്ഞു. ചില വീടുകളുടെ ഫസ്റ്റ് ഫ്ലോറിൽ വെള്ളം കയറി കഴിഞ്ഞു. ഇത് അപ്പുറത്ത് ഇടതുവശത്ത് ഒരു വീട് മൊത്തം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അതിന് ഇപ്പുറത്ത് പുത്തൂർക്കാവ് ദേവീക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ഭാഗം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. വീടുകളുടെ എല്ലാം ചില വീടുകളുടെയൊക്കെ ആ ടെറസിന് മുകളിലേക്ക് സാധനങ്ങൾ കയറ്റി വെച്ചിരിക്കുകയാണ്. ബൈക്കൊക്കെ സിറ്റ് ഔട്ടിലേക്ക് കയറ്റി വെച്ചിരിക്കുന്നത് ഈ വീടുകളിലെല്ലാം കാണാം. ഈ കാണുന്ന വീടിൻ്റെ സിറ്റ് ഔട്ടിൽ വരെ പൂർണ്ണമായും വെള്ളം കയറിക്കഴിഞ്ഞു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളുണ്ട്. ഇതുപോലെ ഇനിയും വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ പ്രധാനപ്പെട്ട റോഡുകളിലേക്ക് മാറ്റി ദുരിതാശ്വാസ ക്യാമ്പിലേക്കും ഈ വീട്ടിൽ ഏതാണ്ട് മുക്കാൽ ഭാഗം വെള്ളം പുറകിലൊരു ചെറിയ വീടുണ്ട്. ആ വീട്ടിൽ കയറി ഈ വീടിൻ്റെ പോർച്ച് നമുക്ക് തൊട്ടിപ്പുറത്ത് ദൃശ്യങ്ങൾ കാണുന്ന ഒരു വീടിൻ്റെ പോർച്ച് കഴിഞ്ഞ് മുൻപിലെ വാതിൽ പടിയുടെ ഭാഗം വെള്ളം കയറിയതായി കാണാം. ബാഗ്, ചെരുപ്പ്, കുട, ഫ്രിഡ്ജ് പോലുള്ളവ തൊട്ടിപ്പുറത്ത് ഇടതുവശത്ത് ഒരു വീട്ടിൽ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഏതാണ്ട് കഴിഞ്ഞു. അത്രയും ഭാഗത്ത് വെള്ളം കയറി കിടക്കുകയാണ്. ക്യാമ്പിലേക്ക് മാറുന്നില്ലേ ഇതാ രണ്ടുപേര് അവരെ കയറ്റുന്നില്ല ആ വണ്ടിയിൽ. അവർ ഒരു 3 പേര് അവിടുന്ന് ആളുകൾ പുറത്തേക്ക് കടക്കാൻ നിൽക്കുകയാണ്. പക്ഷേ അവരിപ്പോൾ ഈ വണ്ടിയിൽ കയറുന്നില്ല എന്നാണ് ഈ വണ്ടി ഓടിക്കുന്ന ആൾ പറഞ്ഞത്. ഒരുപക്ഷെ വേറെ വണ്ടി പഞ്ചായത്ത് വല്ലതും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതിന് തൊട്ടിപ്പുറത്തുള്ള വീട് നോക്കുക, ഏതാണ്ട് ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം മുങ്ങി. ഈ തരത്തിൽ ആളുകൾ റിസ്ക് എടുത്ത് ഇങ്ങോട്ടേക്ക് കടക്കുകയാണ്. ചില വീടുകളുടെയൊക്കെ രണ്ടാം നിലയിൽ ആളുകൾ നിൽക്കുന്നത് കാണാം. ചെറിയ തോണി, സ്വന്തമായി തോണി ഉള്ള ആളുകളുമുണ്ട്. അവർ തോണിയിലേക്ക് അങ്ങോട്ടേക്ക് കടന്ന് പോകുന്നത് കാണാം. ഒരു കട, ഹോം കെയർ സൊല്യൂഷൻസ്, അതിൻ്റെ അകത്ത് ഫ്രിഡ്ജ് സാധനങ്ങളൊക്കെ വെള്ളത്തിലാണ്. ഇവിടെ വീടിൻ്റെ മുകളിൽ ആളുകൾ കയറി നിൽക്കുകയാണ്. രണ്ടാം നിലയിൽ വെള്ളം വരില്ല എന്ന കോൺഫിഡൻസിൽ നിൽക്കുകയാണ്. ഒരു നായയും കൊണ്ട് ഒരു ചേട്ടനൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ആ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഏതാണ്ട് മുങ്ങി. ഗേറ്റിൻ്റെ ഇനി കുറച്ച് ഭാഗം മാത്രമാണ് ഉള്ളത്. ആ തരത്തിൽ മുങ്ങിക്കിടക്കുന്നു. ഒരു വീട്ടിൽ കുറേ സാധനങ്ങളൊക്കെ വെളിയിൽ കിടക്കുന്ന വീട്. ആ വീടിൻ്റെ മുകളിൽ ചേച്ചിമാരിയ്ക്കുന്നുണ്ട്. അവർ സവോള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ വെള്ളം ഈ തിരുവല്ലയുടെ പല ഭാഗങ്ങളെയും പൂർണ്ണമായും മുക്കി താഴ്ത്തി തന്നെയാണ് വെള്ളം പോകുന്നത്. MC റോഡിലേക്ക് വാഹനം പോകാത്ത തരത്തിൽ വെള്ളം കയറി. അതിൻ്റെ ഒരു പ്രതിഫലനമായി മണിമലയാറ്റിൽ നിന്ന് കയറിയ വെള്ളമാണ് ഈ ഭാഗത്ത് കാണുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന തിരുവല്ല പഞ്ചായത്തിൻ്റെ 12,
13, 14, 15 തിരുവല്ല നഗരസഭയുടെ വാർഡുകളിലെല്ലാം തന്നെ വെള്ളം നിൽക്കുകയാണ്. ഓരോ പ്രദേശത്തു നിന്നും കുറേ സ്ഥലത്ത് കുറേയധികം വെള്ളമുണ്ടാകും. അത് കഴിഞ്ഞാൽ കുറച്ച് ഭാഗത്ത് വെള്ളം മാറും. ഇപ്പോൾ MC റോഡിലേക്ക് നമ്മൾ വന്നു. MC റോഡിലേക്ക് വന്നപ്പോൾ നേരത്തെ ഇങ്ങോട്ട് പോകുമ്പോൾ ആ ഭാഗത്ത് വെള്ളം ഒട്ടുമില്ലായിരുന്നു. പക്ഷേ MC റോഡിലേക്ക് വെള്ളം കയറുന്നുണ്ട്. വെള്ളം കയറി ചെറുതായിട്ട് വെള്ളം കയറുന്നു. എങ്കിലും സ്കൂട്ടറൊക്കെ വരാൻ പറ്റുന്ന വെള്ളമേ ഉള്ളൂ. പക്ഷേ നേരത്തെ വന്നപ്പോൾ നമ്മൾ കൂളായി ഇങ്ങോട്ട് കടന്നു വന്ന സ്ഥലമാണ്. ഈ ഭാഗത്ത് ഇതിൻ്റെ ഇട റോഡുകളിലെല്ലാം ആളുകളെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ഇനി വെള്ളം കയറാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ അവരെ അവിടെ നിന്ന് മാറ്റുകയാണ്. ഇവിടെ സ്ഥലത്തെ വാർഡ് മെമ്പർ ഇവിടെ ഉണ്ട്. മെമ്പറെ ഇനി എവിടെ നിന്ന് എടുക്കാനുള്ളേ? അത്യാവശ്യം വണ്ടിയെല്ലാം പറഞ്ഞു. വെള്ളിക്കാവ്, ഇവിടെ അപ്പുറത്തൊരു വെള്ളിക്കാവ് അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ ഭാഗത്ത് കുറേ ആളുകൾ അവിടെ ഉണ്ട്. അവരെ കൂടി പുറത്തേക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. വള്ളിക്കാവ് അമ്പലത്തിൻ്റെ ഭാഗത്ത് കുറേയധികം ആളുകളുണ്ട്. അവരെ കൂടി പുറത്തേക്ക് എത്തിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റ് ഇനി എവിടുന്ന് ആളെ എത്തിക്കാനുള്ളത്? ഇനിയും നമ്മുടെ വള്ളിക്കാവ് ക്ഷേത്രത്തിൻ്റെ പരിസരത്തു നിന്ന് കുറേ ആളുകളെ എടുത്തുകൊണ്ടിരിക്കുക. വിവിധ വാർഡുകളിൽ നിന്ന് ഓരോരുത്തരെ ഇങ്ങനെ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ക്യാമ്പുകളിൽ ഏത് പഞ്ചായത്ത്? തിരുവല്ല നഗരസഭയല്ല അല്ലേ? കുറ്റൂർ ഗ്രാമപഞ്ചായത്ത്, പത്തനംതിട്ട ജില്ല. കുറേ ആളുകളെ പുറത്തെത്തിക്കാനുണ്ട്. കുറച്ച് ആളുകളെ കൂടെ, മാക്സിമം ആളുകളെ ക്യാമ്പുകളിൽ 2-3-4 ക്യാമ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 4 ക്യാമ്പിലും കൂടെ മാക്സിമം ആളുകളെ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്. അവിടുന്ന് ആ ഭാഗത്ത് നിന്ന് ആളുകൾ നടന്നു വരുന്നുണ്ട്. ഇനി ആ ഭാഗത്താണോ ഇനി ആളെ എടുക്കാനുള്ളത്? ഇല്ല, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യുവാണെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ഭീഷണി വന്ന സമയത്ത് തന്നെ വേണ്ട അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഇങ്ങനെ വെള്ളം കയറുന്ന സ്ഥലമാണോ ഈ പ്രദേശം? ഓക്കെ ആണ്. കുറേ വാർഡുകളിൽ എല്ലാ പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളും ഇല്ല. എവിടുന്ന് ആളെ എടുക്കാനുള്ളത്? ഇനിയിപ്പം വള്ളിക്കാവ് തലയാറ് 2-3 പേരേ ഉള്ളൂ ഇനി എടുക്കാൻ. ബാക്കി എല്ലാ ആളുകളെയും ക്യാമ്പുകളിൽ സുരക്ഷിതമായിട്ട് എത്തിച്ചിട്ടുണ്ട്. ശരി, തിരുവല്ലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോറിയിൽ അവിടെ നിന്ന് ആളുകളെ മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആ ലോറി കടന്നു പോകുന്ന ഇടത്ത് എത്രത്തോളം വെള്ളക്കെട്ടുണ്ട് എന്ന് ആ ലോറി കടന്നു പോകുന്ന സമയത്ത് വെള്ളം അടിച്ചു മാറുന്നതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. അവിടെ ചില വീടുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെ ഉയർന്ന വാഹനത്തിൽ മാത്രമേ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അധികൃതർ.